സ്വഹാബിമാരിൽ എല്ലാവരും എല്ലാ ദിവസവും സുബൈ മുതൽ രാത്രി വരെ പള്ളിയിൽ ഇരുന്ന് നിസ്കാരവും അദ്കാറും കൊണ്ട് ഇരിക്കുന്നവരായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതിനുശേഷമൊക്കെ പ്രബോധനത്തിന് വേണ്ടിയിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. ആ നാട്ടിലെ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതൊക്കെ സ്വഹാബിമാരുടെ പ്രബോധനത്തിൻ്റെ രീതിയായിരുന്നു. എല്ലാ സമയവും പള്ളിയിലിരുന്ന് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടം വെച്ചിരുന്നത് ആളുകളോടൊപ്പം നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതായിരുന്നു. അൽഹംദുലില്ലാ, ആ മാർഗങ്ങളെ പിൻപറ്റി ബീഹാറിലെ ഗ്രാമങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചപ്പോൾ 700 ഗ്രാമത്തിന് കുടിവെള്ള പദ്ധതി എത്തിയിട്ടുണ്ട്. ആ 700 ഗ്രാമത്തിലെ എത്രയോ ആളുകൾ ഇന്നും ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 2025 എന്ന പുതിയ വർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഈ വർഷത്തിൽ നമുക്ക് 300 കിണറുകൾ ബീഹാറിലെ പാവപ്പെട്ട ഗ്രാമീണർക്ക് കൊടുക്കണം. ഇവർക്ക് ഇന്ന് കിണർ കിട്ടി, ഇതുപോലെ എത്രയോ പിഞ്ചോമന മക്കളെ വെള്ളത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നുണ്ട്, അവർക്ക് കൊടുക്കണം. ഇൻഷാ അള്ളാ, ഞങ്ങളെ കയ്യിൽ ഇപ്പം അനേകം അപേക്ഷകൾ വന്നിട്ടുണ്ട്. അവർക്ക് കൊടുക്കാൻ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവുകയാണെങ്കിൽ ഈ വർഷം നമുക്ക് മിനിമം 300 കിണറെങ്കിലും കൊടുക്കാൻ കഴിയും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കിണർ കൊടുക്കാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക്, ചിലപ്പം വിളിച്ചാൽ കിട്ടൂല, വാട്സപ്പിൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. ഒരു കിണറൊന്ന് ഏറ്റെടുക്കാൻ കഴിയാത്തവർ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചാൽ അതുവഴി നമുക്ക് പുതിയ ആളുകളെ കണ്ടെത്താൻ കഴിയും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ.